ഓക്കെ, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫ്രം ജനപദാസ് ടു എംപയർ എന്നുള്ളൊരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ ഭാഗം വരുന്നത്. ജനപദാസ് എന്ന് പറയുമ്പോൾ 16 ജനപദാസ് ഉണ്ട്. അതായത് മൗര്യ കാലഘട്ടത്തിൽ അന്നത്തെ ആ ഒരു അഗ്രികൾച്ചറിൻ്റെയും ആ ഒരു എന്താ പറയുക ഒരു കോർഡിനേഷനിലേക്ക് എത്തിയല്ലോ നമ്മൾ. പ്രീ ഹിസ്റ്ററിയിൽ നിന്ന് നമ്മൾ പഴയ പ്രാചീന ഇന്ത്യൻ സമൂഹം കുറച്ചും കൂടി സിന്ധു നദീതട സംസ്കാരം ഒക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ പിന്നെ ആർക്കിയോളജിസ്റ്റുകളിലെ R.D. ബാനർജി, ചാൾസ് മാർഷൽ, അലക്സാണ്ടർ കണ്ണിങ്ഹാം ഇവരൊക്കെ പ്രൂഫ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഇത്രയും അങ്ങനെ മുന്നോട്ട് വന്നത്. പിന്നെ നമ്മൾ പഞ്ചാബ്, രാജസ്ഥാൻ, പിന്നെ ഉത്തർപ്രദേശ് അങ്ങനെ കുറേ സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ സിന്ധു നദീതടം വ്യാപിച്ചിരുന്നു. അതിൽ പഞ്ചാബിലുള്ള ഒരു ഹാരപ്പ എന്ന് പറയുന്ന ഒരു സ്ഥലം, അതിലേത് സംസ്ഥാനത്തിലുള്ള ചെറിയൊരു സ്ഥലമാണ് ഹാരപ്പ. അവിടെ നിന്നാണ് നമ്മളത് പ്രൂഫ് കിട്ടിയത്. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് അങ്ങനെ വന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിട്ട് ലാസ്റ്റ് നമ്മുടെ പ്രീ ഹിസ്റ്ററിയിൽ മൗര്യ കാലഘട്ടം എന്ന് പറയുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ മൗര്യ രാജാക്കന്മാർ ഭരിച്ചിരുന്നു. ആ സമയത്ത് നമ്മുടെ ടൗൺ പ്ലാനിങ് ഉണ്ടായിരുന്നു. ഓരോ ടൗണിൽ ഓരോ പ്രത്യേകത. മിസ് ഒന്ന് വായിച്ചു തരാം. ദ ലാസ്റ്റ് സബ് സ്റ്റഡി ലേറ്റർ വേദിക് പീരീഡ് ഒക്കെ നമ്മൾ എന്താണ് In this period, the center of economic and political activity shifted the Haryana western to eastern Bihar, which more rainfall in the better refly of land. അപ്പോൾ ഇപ്പം മിസ് വായിച്ചത് ഇപ്പോഴത്തെ ഹരിയാന കണ്ടല്ലോ, ആ പ്രദേശത്ത് മഴ റെയിൻഫാളും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ to exploit the resources of Bihar of adjoining the region, people started using the more and more tools and to clear things force our cultivate hard soil this area. ആളുകൾ കൾട്ടിവേറ്റ് ആ ഏരിയ കൾട്ടിവേറ്റ് ചെയ്ത് കൃഷിയോഗ്യമാക്കി മാറ്റി. ദ എവിഡൻസ് ഓഫ് ദ ഗ്രോത്ത് ഓഫ് അഗ്രികൾച്ചർ കം ഫ്രം ദ ആർക്കിയോളജിക്കൽ ആൻഡ് ലിറ്റററി സോഴ്സ് ഓഫ് പീരീഡ്. അങ്ങനെ അവർ അങ്ങനെ കഠിനാധ്വാനം ചെയ്ത് കൃഷിയോഗ്യമാക്കി മാറ്റിയെങ്കിൽ അതിന് ചെറിയ ചെറിയ പ്രൂഫുകളും അവരവിടെ അറിയാതെ ദൈവം എന്ത് തെളിവ് അവശേഷിച്ച് പോകുന്നൊക്കെ നമ്മുടെ മമ്മൂട്ടിയുടെ സിനിമയിൽ CBI ഡയറിക്കുറിപ്പിൽ പറയുന്നത് പോലെ നമ്മൾ എന്തെങ്കിലും തെളിവ് പണ്ടത്തെ പ്രാചീനത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ അപ്പോൾ അഗ്രികൾച്ചർ അവിടെ അത്രയും ഘോരമായ പ്രദേശമായിരിക്കും, കാടും അതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെട്ടി മാറ്റിയ ഭയങ്കര കഠിനാധ്വാനം ചെയ്തിട്ടാണ് അവരവിടെ എന്തുണ്ടാക്കിയിട്ടുണ്ടാവുക, കൃഷി ചെയ്യാൻ ആ ഒരു വനം അല്ലെങ്കിൽ ആ ഒരു ഏരിയ മണ്ണൊക്കെ കിളച്ചുഴുതു മറിച്ച്. അപ്പം അതിൻ്റെ മണ്ണിങ്ങനെ കിളച്ചുഴുതു മറിക്കുമ്പോൾ അതില്ലേ അവരെ വെപ്പൺ ട്യൂളിൽ അതൊക്കെ പൊട്ടി ചിലപ്പോൾ മണ്ണിലൊക്കെ പോയിട്ടുണ്ടാവും. അതാണ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആർക്ക് കിട്ടുന്ന R.D. ബാനർജിക്കൊക്കെ കിട്ടുന്നത്. R.D. ബാനർജി മിസ് അങ്ങനെ പേരെടുത്ത് പറഞ്ഞതല്ല, പൊതുവേ ആർക്ക് കിട്ടുന്നത് ആർക്കിയോളജിസ്റ്റിന് കിട്ടുന്നത്. അങ്ങനെയാണ് എന്ത് വരുന്നത്, ആർക്കിയോളജിസ്റ്റിന് മനസ്സിലാവുന്നത് ഇന്ന കാലഘട്ടത്തിൽ ഇന്ന സംഭവങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ അല്ലേ. അങ്ങനെ then V.P. Mani, other important pieces of dance of the iron of period come off from Rajghat, Kausambi, Vaishali and Sona. അപ്പോൾ the Buddhist text cultivation of paddy, sugarcane അല്ലേ, എന്ത് കരിമ്പ് പാഡിയൊക്കെ അവർ അതായത് വയൽ പ്രദേശങ്ങളൊക്കെ അവരുണ്ടാക്കി. ദസ് അങ്ങനെ എവിടെ എത്തി അവസാനം 6th century BC known as the era of second urbanization. അങ്ങനെ അവർ കഷ്ടപ്പെട്ട് ഭൂമിയിൽ കൃഷി ഉപയുക്തമാക്കി പാഡിയൊക്കെ കൃഷി ചെയ്യാൻ തുടങ്ങി. പിന്നെ പാഡി, ഷുഗർ കെയിനൊക്കെ കൃഷി ചെയ്ത് നല്ല ഉൽപ്പാദിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ആ സമയമാണ് 6th century BC. മിസ് ഇവിടെ എഴുതിയാണ് കേട്ടോ, കറക്റ്റ് 6th century BC-യിലാണ് അങ്ങനെ ഒരു അർബണൈസേഷൻ നടന്നത്. അതുകൊണ്ട് തന്നെ അതിനെന്തെന്ന് പറയുന്നു, സെക്കൻഡ് അർബണൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. more than 1000 years these towns developed. പിന്നെ കൗസംബി ആൻഡ് ശരവതി ഓൾസോ കണക്റ്റഡ് വിത്ത് വൈശാലി, കപിലവസ്തു ആൻഡ് കുസിനാറ, കപിലവസ്തു, വൈശാലി ഇതൊക്കെ അവിടുത്തെ എന്താണ് അവരുടെ ടൗണുകളെ പേരുകളാണ്. ജാതക സ്റ്റോറീസ് ടെൽ us the traders called Magadha and Kosala, Madura or Takshashila. Madura was the travel Ujjaini and coastal area of Gujarat also. ഗുജറാത്തിൽ ഉജ്ജയിനി എന്ന് പറഞ്ഞ സ്ഥലം മധുര, തക്ഷശില, ഉജ്ജയിനി, അതിൽ മധുരയാണ് കൂടുതൽ ട്രേഡ് സെന്റർ ആയിട്ട് മാറിയത്. മധുരയാണ്. Developed the trade of reflected the discovery of thousands of coins and market PMC. അതായത് കോയിൻസ് ഒക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അത്യാവശ്യം വ്യാപാരം നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദ ഇംപ്രൂവ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ, ഡെവലപ്മെന്റ് ഓഫ് ട്രേഡ്, മണി ആൻഡ് അർബണൈസേഷൻ ഹാഡ് ആൻ ഇമ്പാക്ട് ഓഫ് സൊസൈറ്റി. എങ്ങനെ ഈ അർബണൈസേഷൻ നാഗരികത എന്ന് പറയില്ല, ഈ ഒരു പുനർനാഗരികത വരുമ്പം ബുദ്ധിസം, ഇംപ്രൂവ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ, ബുദ്ധിസം ആൻഡ് ജൈനിസം അതൊക്കെ അതിൻ്റെയൊക്കെ പ്രൂഫ് അവിടെ നിന്ന് കിട്ടിയില്ലേ. ആ സമയത്ത് അവിടെ ഇവരൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അത്രയും നാഗരികതയിലേക്ക് പോയതുകൊണ്ടാണ് സെക്കൻഡ് അർബണൈസേഷൻ എന്ന് പറയാൻ കാരണം.
ബുദ്ധിസം ആൻഡ് ജൈനിസം were not only regions but challenged the ബ്രാഹ്മണിക്കൽ ഡോമിനൻസ് അല്ലേ. അന്നത്തെ കാലഘട്ടത്തിൽ ബ്രാഹ്മണർക്ക് ഒരു സമൂഹത്തിൽ ഉയർന്ന ഒരു പവറായിരുന്നു. ആ സമയത്ത് അവരോട് ചലഞ്ച് ചെയ്ത് വെല്ലുവിളിയായി നിൽക്കുക എന്ന് പറയുന്നത് ബുദ്ധിസം ജൈനിസം എന്നീ രണ്ട് മതങ്ങൾക്ക് വലിയൊരു ചലഞ്ചസ് ആയിരുന്നു. അക്കോർഡിംഗ് ടു ദ ബുദ്ധിസ്റ്റ് സോഴ്സ് മോർ ദാൻ 62 philosophies furnished in this book. That is, the sect was known as Ajivika and was founded by Makhali Ghoshal. And Ajivakas were very popular in Magadha in the 3rd century BC of Mauryan king. മൗര്യ രാജാവിൽ അജ്വിക എന്ന് പറയുന്ന കിങ് വളരെ അവർ ബുദ്ധമതത്തെയും ഉൾക്കൊണ്ട് ജീവിക്കാൻ, പക്ഷേ ആ സമയത്ത് ബ്രാഹ്മണർ അല്ലേ, ഏറ്റവും ക്ഷത്രിയർ ബ്രാഹ്മണ ആ ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ അവർക്കായിരുന്നു പവർ. അപ്പോൾ ഇവരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സെവറൽ കേവ്സ് ഇൻ ഹോണർ ഓഫ് അജ്വികാസ് മോങ്, പല പല ഗുഹകളിലും ഈ അജ്വികാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സമയത്തുണ്ടാകുന്ന ബുദ്ധ ജൈനാസ് കുറേ പ്രൂഫ് അന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഡോക്ട്രിൻ ഓഫ് ജൈനിസം ആൻഡ് ബുദ്ധിസം, അതായത് വർത്തമാന മഹാവീര ദാസ് ഫൗണ്ടർ ഓഫ് ജൈനിസം. ആരാണ് ജൈനിസത്തിൻ്റെ ആള്? വർത്തമാന മഹാവീര. വർത്തമാന മഹാവീരനാണ് ജൈനിസത്തിൻ്റെ ഫൗണ്ടർ. ആൻഡ് ഹി വാസ് ബോൺ ഇൻ 599 BC നിയർ വൈശാലി ഇൻ ബീഹാറിലാണ് അദ്ദേഹം ജനിച്ചത്. ഓക്കെ, മറന്നുപോയത് വർത്തമാന മഹാവീരനാണ് ആരുടെ ഫൗണ്ടർ? ജൈനിസത്തിൻ്റെ ഫൗണ്ടർ, ജൈനമതത്തിൻ്റെ പിതാവ്. തീർത്ഥങ്കര, എത്ര തീർത്ഥങ്കര? ദ ലാസ്റ്റ് തീർത്ഥങ്കര ഓഫ് ദ ജൈനിസം. ജൈനിസത്തിലെ ഈ ഒരു ഫിലോസഫേഴ്സിനെ പറയുന്ന, അതായത് ഓരോരുത്തർ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ പറയുമല്ലോ ഇതിന് മതത്തെ പറ്റി, അതിൽ വരുന്ന ആളുകളുണ്ട്. അതിൽ കുറേ തീർത്ഥങ്കരന്മാർ എന്നാണ് അവരെ പണ്ഡിതന്മാരെ വിളിക്കുക. അതിൽ ദ ലാസ്റ്റ് തീർത്ഥങ്കരനാണ് ആര്? നമ്മുടെ മഹാവീരൻ. ബിലീവ് ദാറ്റ് മെയിൻ ഗോൾ ഓഫ് ഹ്യൂമൻ ലൈഫ് ഈസ് പ്യൂരിഫിക്കേഷൻ സോൾ ഓഫ് അറ്റൈൻമെൻറ്റ് ഓഫ് നിർവ്വാണം. അതായത് നമ്മൾ ആത്മാവ് നിർവ്വാണത്തിലാണ്. മനുഷ്യൻ്റെ ലൈഫ് പോയിട്ട് വേറൊരു ലോകമുണ്ട്, അത് നിർവ്വാണം പ്രാപിക്കണം. ഈ ഫ്രീഡം ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്, ഫ്രീഡം ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത് എന്നായിരുന്നു ആരുടെ വിശ്വാസം? ജൈനമതക്കാരുടെ വിശ്വാസം. ഓക്കെ. ആൻഡ് അനുവർത്ത ഓഫ് എ സ്മോൾ വോസ് കമ്പാരിഷൻ ഓഫ് മോങ്സ്. MONKS, മോങ്സ് എന്ന സന്യാസി, ബുദ്ധ സന്യാസിമാരാണ് മോങ്സ്. ദ മോസ്റ്റ് ഡിസ്റ്റിങ്വിഷ് ഫീച്ചേഴ്സ് ഓഫ് ജൈനിസം വാസ് കൺസെപ്റ്റ് ഓഫ് അനേകവാദ ഓഫ് സൈദാവാദ. It means turn of belief the അനേക, വേരിയസ് ഓഫ് ഏഞ്ചൽസ്. വാദ മീൻസ് ഏഞ്ചൽസ്, അനേകം ഏഞ്ചൽ മാലാകമാർ വന്ന് കൊണ്ടുവന്നു. ആൻഡ് ഇറ്റ് ഇസ് നോൺ വയലൻസ് ഓഫ്, അതായത് അക്രമങ്ങളില്ലാത്തൊരു ലോകമാണ് ആര് മുന്നിൽ കണ്ടത്? ജൈന മതക്കാർ മുന്നിൽ കണ്ടത്. ദെൻ ബുദ്ധിസം, ദ ഫൗണ്ടർ ഓഫ് ബുദ്ധിസം വാസ് ഗൗതമ ബുദ്ധ. ആരാണ് മിസ്? അത് മാത്രം എഴുതുന്നുണ്ട് കേട്ടോ. ഗൗതമ ബുദ്ധയാണ് ആര് ബുദ്ധിസം കണ്ടുപിടിച്ചത്. ഇറ്റ് വാസ് ബോൺ ഇൻ മറ്റേത് 599 ആണെങ്കിൽ ബുദ്ധൻ ജനിച്ചത് 566 BC-യിലാണ് അറ്റ് ലുംബിനി അല്ലേ, ലുംബിനിലാണ് ജനിച്ചത്. ലൊക്കേറ്റഡ് ദ ഫുഡ് ഹിൽസ് ഓഫ് നേപ്പാളിലാണ് ആര് ജനിച്ചത്? നമ്മളെ ബുദ്ധൻ ജനിച്ചത്. വർത്തമാന മഹാവീരനാണ് ജൈനൻ കേട്ടോ. ആൻഡ് ദ ലെഫ്റ്റ് പാലസ് ഓഫ് ദ സെർച്ച് ഓഫ് ദ അറ്റൈൻ നോളജ് ഓഫ് ബോധഗയ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അദ്ദേഹത്തിന് ബോധമുണ്ടായത്. ബോധം നല്ല ഒരു ബോധോദയം എന്നൊക്കെ പറയും. ബുദ്ധൻ എന്തുണ്ടായ പെട്ടെന്ന് വീണതാണ്. ആൻഡ് വാരാണസിയിൽ വെച്ച് ഫസ്റ്റ് സെർമൺ ഇൻ വാരാണസി വെച്ചിട്ട് അദ്ദേഹത്തിന് ബോധം. ഇത് ശിവൻ നോണാസ് ധർമ്മചക്ര പ്രവർത്തന എന്നാണ് അതറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് ഒരു ബോധിവൃക്ഷ ചുവട്ടിൽ വെച്ച് പെട്ടെന്ന് എന്തുണ്ടാവുന്നു? ഒരു ബുദ്ധൻ്റെ ഒരു ജ്ഞാനോദയം ഉണ്ടാവുന്നു. ഇറ്റ് ഓൾസോ എസ്റ്റാബ്ലിഷ് ദ സംഘ ഹിയർ. ഈ ഡൈഡ് ഇൻ ഏജ് ഓഫ് 18. കുസിനഗർ ഓഫ് ഗ്രാപൂർ ഓഫ് ഈസ്റ്റേൺ UP. ആൻഡ് ദ ആസ്ക് ഫോളോവേഴ്സ് അവോയ്ഡ് എക്സ്ട്രീം ദ ഇൻ്റലിജൻസ് ഓഫ് എർത്ത്ലി പ്രഷർ പ്രാക്ടീസ് ഓഫ് സബ്സ്റ്റൻസ് ഓഫ് അസസ്റ്റിസം. അതായത് അദ്ദേഹത്തിൻ്റെ പിൻഗാമികളോട് എന്താണ് പറഞ്ഞത്? നിങ്ങൾ അക്രമങ്ങളൊന്നും ഇല്ലാത്ത നല്ലപോലെ ജീവിക്കുക, ജീവിതത്തിന് ശേഷം നല്ല നിർമ്മാണം എന്ന് പറയുന്ന ഒരു ആത്മാവിന് ശാന്തി ലഭിക്കുന്ന ഒരു സംഭവമുണ്ട്, അതിലേക്ക് പോകണം എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അനുവർത്തികളോട് പറഞ്ഞത്. ബുദ്ധ യൂസ് ടു പാലി ലാംഗ്വേജ്. അദ്ദേഹം യൂസ് ചെയ്ത ലാംഗ്വേജ് ഏതാണ്? പാലി ഭാഷ. അത് ചിലപ്പോൾ എക്സാമിന് നിർബന്ധമായി ചോദിക്കും. പാലി. ഓക്കെ, പാലി ഭാഷ.
പാലി ഭാഷയിലാണ് അദ്ദേഹം ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയത്.